പൊന്നു ചേച്ചി ഒന്ന് ആഞ്ഞടിച്ചൂട്. ഒന്ന് നിലത്തിന് വേദന ഒന്നും ആവില്ല. അല്ല ഈ കുറെ നേരമല്ല പല്ലിട്ട് മീനിക്കുന്നത്. ഇതുവരെ തേച്ച് കഴിഞ്ഞില്ലേ? ഇനി എത്ര തേച്ചാലും എന്റെ പല്ല് കളർ വെക്കൂല. അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. മര്യാദയ്ക്ക് ഇവിടെ ബാക്കി ഒന്ന് അടിച്ചായിരിക്കോ? ഓൾ ഇന്ന് അടിച്ചിരുന്ന് പഠിപ്പിക്കുന്നത്. പിന്നെ അമ്മ ചേച്ചിനോടല്ല അടിച്ചു തരാൻ പറഞ്ഞതേ. ഞാനേ ചെറിയ കുട്ടിയാ. ചെറിയ കുട്ടികളൊന്നും അടിച്ചു തരേണ്ട ആവശ്യമില്ല. പിന്നെ ഏത് കാലത്ത് ചെറിയ കുട്ടി? ഉള്ള കുട്ടിയാണല്ലോ. സ്കൂളില്ലാത്ത ദിവസമല്ലേ ചേച്ചി ഇത് അടിച്ചു തരുന്നത്? അന്നെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് അടിച്ചു തരിക്കോട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞപ്പോ അത് കൊള്ളാലോ. എന്നെ ഞാൻ കാണിച്ചു തരാടി. ഇതെന്റെ അഹങ്കാരം ഞാൻ മാറ്റി തരാം. അമ്മേ അമ്മേ മക്കളെ അടിച്ചു തരി കഴിഞ്ഞാ? അമ്മ ഞാൻ അവിടെ മര്യാദയ്ക്ക് അടിച്ചു തരുമ്പോ ഈ പാറുണ്ടല്ലോ എന്നോട് അങ്ങനെ അടിക്കും ഇങ്ങനെ അടിക്കും കുനിഞ്ഞടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നെ പഠിപ്പിക്കാൻ വരിക അമ്മേ. അല്ല അവളോട് എന്താ അമ്മ അടിച്ചു തരാനൊന്നും പറയാത്തെ? ഇതൊക്കെ എന്റെ മാത്രം ജോലിയാ? എടി പാറു, എന്നെ ഞാൻ മേൽനോട്ടത്തിന് ഏൽപ്പിച്ചില്ലല്ലോ. ഈ പിന്നെ എന്തിനാണ് അവൾ അടിച്ചു തരുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി ഓരോന്ന് വർത്താനം പറയുന്നത്? ചേച്ചിക്ക് അസൂയ കുശുമ്പ് വേണം എന്നോട്. പിന്നെ അസൂയ കുശുമ്പ് തോന്നാൻ പറ്റിയൊരു സാധനല്ലേ ഈ? ഒക്കെ എന്ത് കഴിവുണ്ടായിട്ടേക്ക് എന്നോട് അസൂയ തോന്നേ? അമ്മയ്ക്ക് എന്നെ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് അമ്മ എന്നോട് പണിയൊന്നും എടുക്കാൻ പറയാത്തത്. കേട്ടില്ലേ കേട്ടില്ല അമ്മ? അമ്മ അച്ഛനാണ് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. പുന്നരിച്ച് വഷളാക്കി വെച്ചിരിക്കുക. കണ്ടില്ലേ അവൾ അഹങ്കാരം? അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലേ? അതിപ്പോഴേ ചേച്ചിക്ക് മനസ്സിലായേ? എന്നെ അപ്പൊ കൂടെ മാത്രം ഇവിടെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമുള്ളൂ. ചേച്ചിയുടെ തവിട് എടുത്ത് വാങ്ങിയതാ. അമ്മ പാറയൊക്കെ നല്ലോണം കൂടുന്നുണ്ട്. ഞാൻ രണ്ടെണ്ണായിട്ട് തരും. ആ കിണറ്റിന്റെ കര കയറിയിരിക്കുന്നത് എന്നോട് ഞാൻ പറഞ്ഞില്ലടി. ആ പക്കത്ത് നിന്ന് അങ്ങനെ അങ്ങോട്ട് മറിഞ്ഞു പോയാലുണ്ടല്ലോ കിണറ്റിന്ന് കോരി എടുക്കേണ്ടി വരും. പിന്നെ ഇവിടെ അച്ഛനില്ല, അച്ഛൻ വന്നില്ല. അതിന് മുന്നേ അങ്ങോട്ട് വീണാലേ അവിടെ തന്നെ കിടക്കേണ്ടി വരും. എനിക്ക് അവളെ പൈല ഇറങ്ങി ഉണ്ടാക്കാനൊന്നും. രാവിലെ തന്നെ അതിന്റെ മണ്ടേ കയറി നിന്നിട്ട് വേറുള്ളവരെ പഠിപ്പിക്കാൻ വരിക. ഞാൻ നല്ല സ്ട്രോങ് അമ്മേ. ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് ഇവിടെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീട് തോന്നില്ല. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതുണ്ടമ്മേ. ഇവിടെ ഡെയിലി ഇതിന്റെ മണ്ടേ കയറി ഇരുന്നിട്ടാണ് പല്ല് തേക്കുന്നത്. ബാക്കിയൊക്കെ അതിലേക്ക് തുപ്പുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഉണ്ട് ഞാൻ തുപ്പു. ചേച്ചി ഈ വെള്ളമാണല്ലോ കുടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ നല്ലോണം തുപ്പി വെക്കാറുണ്ട്. നോക്കമ്മ ചേച്ചിക്ക് എന്ത് രസയ്യ. നീയേ ഓള് പറയുന്നത് കേട്ട് നിക്കണ്ട. വാ പോയ കോടാലി എങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അതിന് ചോർന്നില്ലല്ലേ ഒരു സമാധാനം കിട്ടൂല. വേഗം അടിച്ചു വാരിയിട്ട് അകത്തേക്ക് വാ. എടി പാറു, നേരം വെളുത്തിട്ട് ഉച്ചയാവാനായി. ഇതുവരെ പല്ല് തേച്ച് കഴിഞ്ഞില്ല. നാട്ടുകാർ കാണൂടി ഇതിലെ പോകുമ്പോ ഉച്ചയായിട്ട് കിണറിന് മണ്ടേ കയറി ഇരുന്നിട്ടേ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി പല്ലും തേച്ചുകൊണ്ട് കുത്തിരിക്കുന്നത്. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ അകത്തേക്ക് വന്നിട്ടേ ചായ വിഴുങ്ങാൻ നോക്ക്. എന്ത് പറഞ്ഞാലും ഞാൻ ചിരിച്ചോളൂ. പിന്നെ ഞാൻ ആർക്കത് പറയുന്നത്? വെറുതെ പറഞ്ഞ് എന്റെ വായിൽ വെള്ളം പറ്റിക്കാന്നല്ലാതെ. അമ്മ നൂൽപ്പെട്ടുണ്ടാക്കണേ. നൂൽപ്പെട്ടിനെ കൊണ്ടൊന്നും പറയിക്കണ്ട. മര്യാദയ്ക്ക് കിണറിന് നിണ്ടെന്ന് ഇറങ്ങിയിരുന്നോ? അമ്മയ്ക്ക് എന്തൊരു പേടിയാ. ഇത്ര വലുതായിട്ടും അമ്മയ്ക്ക് ഒട്ടും ധൈര്യം വെച്ചിട്ടില്ലല്ലോ. കഷ്ടം തന്നെ. ചേച്ചി വേറെ അടിച്ചോളി. അമ്മ പോയിട്ടോ? എടി പാറു, നമുക്ക് ആ ജ്യൂസ് കടയിൽ പോയി ജ്യൂസ് കുടിച്ചാലോ? സൂപ്പർ. ചേച്ചി എന്താ നേരത്തെ പറയാനേ? നേരത്തെ പറഞ്ഞേ ഞാൻ നേരത്തെ ബ്രഷ് ചെയ്യില്ലേനോ? ഒന്ന് പതിയെ വിളിച്ച് കൂവടി. ആരെങ്കിലും കേട്ടാലുണ്ടല്ലോ. അപ്പൊ ആരും അറിയാതെ പോന്നെ? എടി ഇന്നാളെ നമ്മള് തട്ടുകടയിൽ പോയി ചായ കുടിച്ചില്ലേ? അതിന്റെ ബാക്കി പൈസ എന്തേലും ഉണ്ട്. നിനക്ക് വേണമെങ്കിൽ മിണ്ടാതെ സൗണ്ട് ഉണ്ടാക്കാതെ വന്നോ. ശരി, അപ്പൊ പൈസ ബാക്കിയില്ല ചേച്ചിനെ പറ്റിച്ചേനില്ലേ? ഞാൻ മിഠായി വേണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടല്ലേ ഇപ്പൊ ജ്യൂസ് കുടിക്കാൻ പറ്റുന്നടി. എന്തായാലും നന്നായി. അല്ല അപ്പൊ കൂടെ കൂടണ്ടേ? അവനെയും കൂട്ടാം. എന്നാലും ഇത് ചേച്ചിക്കിനോട് ഇത്ര സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ലേ നീട്ടാ. ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ സ്നേഹം? ഇനി ആ കിണറിന്റെ മുകളിൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഈ ബാക്കിയുള്ളതും കൂടെ അടിച്ചു തരി. എന്താ ഈ അടിച്ച കാട് പോവില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ. വേഗം വന്ന് ഇവിടെ അടിച്ചു തരിക്കോ. ചേച്ചി അതെന്താ അങ്ങനെ? ചേച്ചി അടിച്ചായിരുന്നേ? കുറച്ചുകൂടി അല്ലേ ഉള്ളൂ. വേഗം അടിച്ചോളൂ. എന്നാ വേഗം തീർന്നോളൂ. അപ്പൊ കുറച്ചുകൂടി ഉള്ളൂ എന്നൊക്കെ അറിയില്ലേ? എന്നാ വേഗം വന്നിങ്ങേട്ടെ അടിച്ചു വാരിക്കോ. ഇല്ലേ ജ്യൂസും കിട്ടൂല, ഒന്നും കിട്ടൂല. ചേച്ചി വേറെ ചേച്ചിയെ കൊച്ചിയെന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ പണി ആദ്യം ചെയ്യും പാറോ. എന്നാലേ ജ്യൂസ് ഉണ്ടാവുള്ളൂ. അല്ലെ ഞാൻ അപ്പുകൂട്ടിനെ വിളിച്ചു പോയി ഞാൻ ജ്യൂസ് കുടിക്കും. എനിക്ക് തരികയല്ല. പിന്നെ എന്നെ കൂട്ടാ നിങ്ങൾ രണ്ടാമത് ജ്യൂസ് കുടിക്കാൻ പോവാന്നോ? നല്ല മോഹം തന്നെ. ഇപ്പൊ നടത്തി തരാട്ടോ. അത് ശരി. എന്നാലേ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ചേച്ചി ബാക്കി പൈസ എടുത്തിങ്ങാട്ടെ ജ്യൂസ് കുടിക്കാൻ പോകുന്ന കാര്യം. ജി പോയി പറഞ്ഞ എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ അമ്മ പൈസ എടുത്തേക്കുന്നല്ലേ ഉള്ളൂ. പിന്നെന്താ, എനിക്കും ജ്യൂസ് കിട്ടൂല, അപ്പൊ എനിക്കും കിട്ടൂല. ഇതാണെങ്കിലേ ഇച്ചിരി ഇങ്ങോട്ട് അടിച്ചു വാരിയാല് നിനക്കും ജ്യൂസ് കിട്ടും, ഞങ്ങൾക്കും കിട്ടും. ഏതാ നല്ലതേ? നീ എന്നെ ആലോചിക്ക്. എന്താ ആലോചിച്ചോ? അപ്പൊ എന്താ, ഞാൻ അകത്ത് പോയി പൈസ എടുത്ത് അമ്മയ്ക്ക് കൊടുക്കണോ അതോ ജ്യൂസ് ഇടേ കൊടുക്കണോ? ഞാൻ അടിച്ചോളാം. അല്ലെങ്കിൽ എനിക്ക് നല്ലോണം അടിച്ചു വരാനൊക്കെ അറിയാം. അങ്ങനെ തന്നെ വൈകി വാടി പാറു. എനിക്കറിയില്ല നിന്റെ വീക്ക് പോയിന്റ് എന്താന്ന്. എന്നോട് മത്സരിക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ എന്റെ ചേച്ചിയാണ്. എന്നൊക്കെ കുറെ ഓണം ഞാൻ കൂടുതൽ ഉണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ മറക്കരുത് കേട്ടോ പാറു. വേഗം വന്ന് നല്ല വൃത്തിക്ക് അടിച്ചായിരിക്കും. ഞാൻ അപ്പോഴേക്ക് അകത്ത് പോയി പൈസ എടുത്ത് അപ്പുകൂടിയും കൂട്ടി വരാം. അവളൊരു നിൽപ്പുണ്ടില്ലേ? അതിന് ചേച്ചി എന്തിനാ എത്ര കളിയാക്കുന്നേ? അടിച്ചു വരാൻ തന്നാലേ ഇത്ര വലിയ കാര്യമൊന്നല്ല. അതിനിങ്ങനെ കിക്കി കിക്കിന്ന് ചിരിക്കൊന്നും വേണ്ട. എടി ഭയങ്കരി, എത്ര നേരം നീയല്ലേ ഇനി എവിടുന്ന് കിക്കി കിക്കിന്ന് ചിരിച്ചോണ്ടിരുന്നത്? ഇപ്പൊ എന്താ എന്റെ ചിരി മാഞ്ഞോയേ? എന്താ എന്റെ മുഖത്തൊരു കാനോ? എന്റെ മുഖത്ത് ഒരു കാനുമില്ല. ചേച്ചി വാ വിളിച്ച് നിൽക്കാതെ അകത്ത് പോയിട്ട് പൈസ എടുത്ത് അപ്പുകുട്ടിനെ കൂട്ടി വരാൻ നോക്ക്. ശരി ശരി, വേഗം അടിച്ചായിരിക്കോ. നല്ലോണം കുഞ്ഞിങ്ങാട്ട് ഒരു ചവേല പോലെ ഇവിടെ ഉണ്ടാവേത്.
കേട്ടിന പാറു? അവനവൻ കുഴിക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പോ ഗോലമാൽ ഗോലമാൽ. അവനവൻ കുഴിക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പോ ഗോലമാൽ ഗോലമാൽ. ഓക്കിതെന്തിന്റെ കേടേനി? ചേച്ചീനെ വെറുതെ കളിയാക്കാൻ പോയില്ലേല് ചേച്ചി ഇത് അടിച്ചേരും ചെയ്യേനി, ജ്യൂസിന് പോകുമ്പോ എന്നെ കൊണ്ടുപോകും ചെയ്യേനി. ഇപ്പൊ പറഞ്ഞൊരു കാര്യമല്ലല്ലോ, അടിച്ചേരന്നെ. വാ പാറു, നമുക്ക് പോവാ. ആ പോവാ. ആ ചേച്ചി വേഗം വാ, അടിച്ചേരിന്റെ ക്ഷീണേ ജ്യൂസ് കുടിക്കുമ്പോൾ മാറിക്കോളൂ. ശരി, അപ്പൊ ഈ ഭാഗം മാറില്ല. അപ്പൊ കുട്ടാ ചാതിയ ജ്യൂസിന് വേണ്ടിട്ട് ഈ പാറ ചേച്ചിനെ ഈ തള്ളി പറഞ്ഞല്ലേ? ഓ അത് വീടിന്റെ പാറ, ഈ ഒന്ന് വേഗം നടക്ക്. ആ മിലിമോളോളം അനിയനും കൂടി മണം പിടിച്ച് വരുന്നതിന് മുന്നേ നമുക്ക് വേഗം പോവാ. ആ ചേച്ചി പൈസ എടുത്തോ? പൈസ ഒക്കെ എന്റെ പോക്കറ്റിലുണ്ട്, വേഗം നടക്ക് ഞങ്ങട്. ഹായ് ചേച്ചി, എന്ത് ഭംഗി അവിടെ കാണാൻ. നമ്മളെന്താ ചേച്ചി ഇവിടെ കുളിക്കാൻ വരാത്തത്? ഇത് റോഡ് സൈഡ് അല്ലേ പാറോ, ഇവിടെ നമുക്ക് ആരും കുളിക്കോ? നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ കാണില്ലല്ലോ ഇവിടുന്ന് ഓരോ കുട്ടികളൊക്കെ കളിക്കുന്നതും കുളിക്കുന്നതും ഒക്കെ. അത് ശരിയാ, പക്ഷെ നമ്മളെ അച്ഛനും അമ്മയൊന്നും വിടൂലെന്നേ. നമുക്ക് ഇന്ന് അച്ഛനോടും അമ്മേനോടും പറയാതെ ഇവിടെ കുളിക്കാൻ വരണം. എനിക്ക് നീന്താൻ അറിയാം, പക്ഷെ പാറുവിന് അറിയില്ലല്ലോ. ആരാണ്? എനിക്ക് നീന്താനൊക്കെ അറിയാം. എന്നാ എന്നെ പഠിപ്പിച്ചാണോ? ഓ ആയിക്കോട്ടെ, രണ്ടൊന്ന് വേഗം നടക്ക്. അമ്മേനോട് പറയാതെ പോകുന്നതെന്ന് അറിയില്ല നിങ്ങൾക്ക്. വേഗം ജ്യൂസ് കുടിച്ചിട്ട് തിരിച്ചു പോണം. നമ്മളെങ്ങാനും അമ്മ അന്വേഷിച്ചിട്ട് അവിടെ ഇല്ലാന്ന് പറഞ്ഞല്ലേ നല്ല തല്ലിട്ടും തിരിച്ചു ചെല്ലുമ്പോ. എന്നാ വേഗം വാ, വേഗം പോവാം നമുക്ക്. എടാ എത്ര നേരമാണ് അവിടെ നിക്കുന്നത്? ഇതുവരെ ഒരാൾ പോലും കടയിലേക്ക് വന്നില്ലല്ലോ. എന്റെ കണ്ണിന് എന്താ കുഴപ്പമുണ്ടടാ? അപ്പൊ ഇത്ര ആൾക്കാർ ഇവിടുന്ന് ജ്യൂസ് കുടിച്ചോന്ന് ഈ കണ്ടില്ലേ? എടാ നാട്ടിലുള്ള പെമ്പിള്ളേര് മൊത്തം നിന്റെ മാമന്റെ കടയിൽ നിന്നാ ജ്യൂസ് കുടിക്കുന്നതെന്ന് പറഞ്ഞിട്ടല്ലേടാ ഈ ഒഴിവ് ദിവസം ഞാൻ രാവിലെ തന്നെ കുളിച്ച് കുറിയും തൊട്ടും കൊണ്ട് പുറപ്പെട്ടത്. എന്നിട്ട് ഇവിടെ വന്നിട്ടോ തരിമ്പിന് ഒരു പെൺകുട്ടീനെ പോലെ ഇതുവരെ ഞാൻ കണ്ടില്ല. അങ്ങനെ പറഞ്ഞാലല്ലേ മോനെ നീ ഇവിടെ എത്തത്തുള്ളൂ ഇത്ര രാവിലെ. അതുകൊണ്ട് എനിക്കൊരു കൂട്ടായി. മാമനെ എറണാകുളത്ത് പോയതാ, തിരിച്ചെത്തുന്നവരെ ഈ കടയെ എന്നോടാ നോക്കാൻ പറഞ്ഞത്. എനിക്കിവിടെ ഒരു കമ്പനിക്ക് ആളില്ലാത്തോണ്ടല്ലടാ ഞാൻ നിന്നെ വിളിച്ചേ. അപ്പൊ ഇവിടെ പെൺകുട്ടികളൊന്നും വരൂലെന്നാണോ നീ പറയുന്നേ? എന്തിനാണോ നീ എന്നോട് ഈ ചതി ചെയ്തേ? നിനക്കറിയാം, ഒന്ന് എന്റെ വീട്ടിലെ കുടുംബശ്രീയുടെ പരിപാടി നടക്കായിരുന്നു. കുടുംബശ്രീയിലെ ആന്റിമാരും അവരുടെ മക്കളും ഒക്കെ ഉള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്തിനാണോ നീ എന്നോട് ഈ ദ്രോഹം ചെയ്തത്? അത് ശരി, അതാണ് ഞാൻ ആദ്യം വിളിച്ചപ്പോ ഒന്ന് നിനക്കൊരു താല്പര്യമില്ലായ്മ വന്നതല്ലേ? എന്തായാലും വിളിച്ചത് നന്നായി. അതുകൊണ്ട് നീ ഇവിടെ എത്തിയല്ലോ. നീ അങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലിരുന്നേ പെൺപിള്ളാരെ വായി നോക്കണ്ട. നീ വിളിച്ചപ്പോ ഓടി വന്ന എനിക്ക് ഇത് എന്നെ കിട്ടണാടാ. അതിന് നീ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലല്ലോ പെൺപിള്ളാരെ വായി നോക്കാന്ന് വിചാരിച്ചല്ലേ രാവിലെ തന്നെ അങ്ങോട്ട് പോകുന്നത്. അത് പിന്നെ നാട്ടിലുള്ള പെൺപിള്ളേരൊക്കെ ഞാൻ വായി നോക്കി കഴിഞ്ഞതല്ലേ. ഇവിടെ ആവുമ്പോ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടാവുന്ന കരുതിയിട്ടാ നീ വിളിച്ചപ്പോ പെട്ടെന്ന് തന്നെ പോകുന്നത്. ഞാൻ അറിഞ്ഞോ ഒരു പെൺകുട്ടിയെല്ലാം വരാത്ത ജ്യൂസ് കടയാണ് നിന്റെ മാമനുള്ളതെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, ഇതിന് ഷട്ടർ എടുത്തിട്, നമുക്ക് വല്ല സിനിമയ്ക്കും പോവാം. അതിന് ഈ കടക്ക് ഷട്ടറൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് ആര് കയറി എന്തെടുത്തോണ്ട് പോവാനാ? ഫ്രീ ആയി കൊടുത്താ പോലെ ജ്യൂസ് ഒന്നും ആരും കുടിക്കില്ല എന്ന് എനിക്ക് തോന്നി. നിങ്ങളെന്താ ഇവിടെ?